എല്ലാവർക്കും നമസ്കാരം. പല കാരണങ്ങളാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങളിൽ പലരും. അങ്ങനെയുള്ളവർക്കായി ഒരു നല്ലൊരു വരുമാന മാർഗം പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വർക്ക് ഫ്രം ഹോം ജെന്യൂനായിട്ടുള്ളത് ലഭിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ തേടി തേടി നടന്നാലും ലാസ്റ്റ് എത്തുന്നത് വല്ല ഉടായ്പ് വർക്ക് ഫ്രം ഹോം ജോബുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ തേടി നടക്കുന്നതിന് പകരം ആരുടെയും സപ്പോർട്ട് ചോദിക്കാതെ, സപ്പോർട്ട് എടുക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വരുമാന മാർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ് ഐഡിയ ആണിത്. എല്ലാവരുടെ വീട്ടുമുറ്റത്തും പല ചെടികൾ കാണുമല്ലോ. നാടൻ ചെടികൾ ഒന്നെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്നില്ല. ഈ ചെടികൾ നമുക്ക് ഒരു വിലയും ചിലപ്പോൾ കാണില്ല. എന്നാൽ ആ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തുക, അവർക്ക് ആ ചെടി വിൽക്കുക, അതുവഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനായി നമുക്ക് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ പ്ലാന്റ് ഫോർ സെയിൽ എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി. സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഗ്രൂപ്പുകൾ കേരളത്തിനകത്തും പുറത്തുമായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ജോയിൻ ചെയ്യൂ. മറ്റുള്ളവരുടെ പോസ്റ്റുകൾ നോക്കി മനസ്സിലാക്കുക. അതിൽ ആവശ്യക്കാരുടെ പോസ്റ്റും ഉണ്ടാകും, അതുപോലെ തന്നെ വിൽക്കുന്നവരുടെ പോസ്റ്റുകളും കാണാൻ സാധിക്കുന്നതാണ്. ആവശ്യക്കാർ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ വിൽക്കുന്നവർ എങ്ങനെയാണ് ചെടി വിൽക്കുന്നത്. ചെടിയായിട്ട് വിൽക്കുന്നുണ്ട്, വേരോട് കൂടിയിട്ടുള്ള ചെടിയായിട്ട് വിൽക്കുന്നുണ്ട്, കമ്പുകൾ വിൽക്കുന്നുണ്ട്, വിത്തുകൾ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിലാണ് വിൽക്കുന്നത്, എത്ര രൂപയാണ് എമൗണ്ട് വാങ്ങുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളും ഏത് ചെടിയാണോ വീട്ടിലുള്ളത്, വിൽക്കാൻ സാധിക്കുന്നതാണോ, അതിന് വിത്തുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി അതിന് ഒരു നല്ലൊരു രീതിയിലൊരു സെയിൽ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ആവശ്യക്കാർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതാണ്. അവരുമായി ഡീൽ ഉറപ്പിക്കുക. കൊറിയർ ചാർജും ചേർത്തിട്ടാണ് എമൗണ്ട് പറയേണ്ടത്. ചെടി നന്നായി പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. പാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അയച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ചെടി വിൽക്കുന്നവരുടെ പോസ്റ്റുകളും അതുപോലെ തന്നെ ആവശ്യക്കാരുടെ പോസ്റ്റുകളൊക്കെ നോക്കി മനസ്സിലാക്കി അതുപോലെ ചെയ്യൂ കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടായിട്ടാണ്. കൂടാതെ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ബിസിനസ് ഐഡിയ കൂടി ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജോലി ആവശ്യക്കാരുണ്ടോ, ബിസിനസ് എന്തെങ്കിലും തുടങ്ങണം ആഗ്രഹം ഉള്ളവരുണ്ടോ, അങ്ങനെയുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.